ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി ചേരുകയാണ്. നമുക്കറിയാം, വെസ്റ്റീജ് ബിസിനസ്സിലൂടെ സാധാരണ ലൈഫിൽ നിന്നും അസാധാരണ ലൈഫിലോട്ട് മാറിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. ഇന്ന് നാട് ഉടനീളം വേദികളിൽ നിന്നും വേദികളിലോട്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എന്താ പറയാ ചലിക്കുന്ന വനിതാ രത്നങ്ങളായി മാറിയ ആ ഒരു വനിതാ രത്നത്തിലെ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം യുസിഡി ആയിഷ മാം. ആയിഷ മാം, വെസ്റ്റീജിൽ വന്നിട്ട് ആ കഴിഞ്ഞു പോയ കാലവും ഈ കാലവും തമ്മിൽ മാഡത്തിനോട് പറയാൻ പറഞ്ഞ മാഡം എന്താണ് ഇപ്പൊ ഈ ടീമിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? ഓക്കെ, എന്താ പറയാ ഫൈസൽ സാറേ, ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ സങ്കടങ്ങള് വന്ന നിമിഷം എന്ന് പറഞ്ഞാലും വെസ്റ്റീജ് തന്നെയാണ്. എന്താ വെച്ചാല് വെസ്റ്റീജിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ആളുകളെ ലീഡേഴ്സിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും കിട്ടുന്ന നെഗറ്റീവ് ഉണ്ടല്ലോ, ആ നെഗറ്റീവാണ് എന്നെ ഫൈസൽ സാറെ പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഞാന് എന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ കമ്പനീന്റെ ട്രെയിനിങ്ങുകൾ VIP VLCC ഒക്കെ വെറും പോസിറ്റീവ് ചിന്തകൾ മാത്രമാണ് എനിക്ക് തന്നത്. അപ്പൊ ആ ഒരു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താണ് എന്റെ ഗോളുകളാണ് ആദ്യം ഞാൻ സെറ്റ് ചെയ്തത്. ആ ഒരു ഗോളിൽ എനിക്ക് VIP എന്നാണ് ആ ഗോള് സെറ്റ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഞാൻ 1 year 1 lakh ക്രൗൺ ഡയറക്റ്റ് എന്നുള്ള ഒരു കാർ അച്ചീവർ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞാന് എന്റെ ബ്രെയിനിൽ കയറ്റുകയും ആ ബ്രെയിനിൽ കിട്ടിയ കാര്യങ്ങൾ ഞാൻ കാണുന്ന ചുറ്റുപാടും എഴുതി വെക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എന്താണ് എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവുകളും എല്ലാം ഞാൻ കാണുകയും അറിയുകയും ചെയ്തുകൊണ്ട് പോസിറ്റീവിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തു. ആ പോസിറ്റീവാണ് ഇന്ന് എന്നെ ഈ ലെവലുകള് അച്ചീവ് ചെയ്യാനും ഈ കേരള ഡൽഹി മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങാനും ഇന്ന് 27 സെന്റ് സ്ഥലം വാങ്ങി നല്ലൊരു രീതിയിൽ വീട് വെക്കാനും എന്റെ ഇഷ്ട വാഹനങ്ങൾ കൈമാറാനും ഒരുപാട് ലീഡേഴ്സിനെ അല്ലെ റൈഹാനത്ത് മേഡത്തിനൊക്കെ പറയല്ലേ വീട് വെച്ചു. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണത്. ആ ചാവിയൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഞാൻ എന്നിൽ കഴിഞ്ഞുപോയ നെഗറ്റീവും എന്നിലേക്ക് കിട്ടിയ പോസിറ്റീവും ഞാൻ ചിന്തിച്ചപ്പോൾ താങ്ങാനാവാത്ത സന്തോഷങ്ങളായിരുന്നു. അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടു അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് ലഘുവായിട്ടാണ് മാഡം പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, മറ്റൊരാളെ കൂടി കാണാം. ആയിഷ മാഡത്തിന്റെ ഒപ്പം കട്ടക്ക് നിൽക്കുന്ന ആയിഷ മാഡത്തിന്റെ സ്വന്തം സുലൈമാനാക്ക. എന്തൊക്കെയുണ്ട് സുലൈമാനാക്ക, എന്തൊക്കെയുണ്ട് വെസ്റ്റീജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? വെസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. കാരണം വെസ്റ്റേജ് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇത്രയും നിലയിലെത്തിയത്. ജീവിതം തന്നെ ആകെ മാറ്റി മറിച്ചു അല്ലെ. വളരെയധികം കഷ്ടപ്പാടായിരുന്നു. വെസ്റ്റേജിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ പറ്റി. 3-4 കാറ് വാങ്ങി പെര കയറ്റി ഞങ്ങള് പാർക്കുന്ന പെര ഞങ്ങൾ കുറെ നന്നാക്കി. പിന്നെ എല്ലാ വിജയത്തിന്റെയും പിന്നില് പിന്നെ ഞങ്ങളിപ്പോ 4 ടൂർ ട്രിപ്പ് പോയി. ഒരു തായ്ലൻഡ് പോയി, കുവൈറ്റ് ദുബായിൽ പോയി, ഖത്തറിൽ പോയി. പിന്നെ നമ്മളെ ഇന്ത്യയിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഡൽഹി പോയി, ഗോവ പോയി, പിന്നെ അതേമാതിരി ചെന്നൈ പോയി. അത് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ അത്രയും വലിയ സെറ്റപ്പിലാണ് നമ്മൾ ഇതായിക്കണേ. ഇനിയും പോണപ്പോ ഞങ്ങൾ അടുത്ത് ചിലപ്പോ ഞങ്ങള് മറ്റേ പോകും, ലണ്ടൻ അതായത് സ്കോട്ട്ലാൻഡ്, ഇല്ലെങ്കിൽ മറ്റേ മലേഷ്യ, പിന്നെ തായ്ലാന്റ് ഉണ്ട്. അങ്ങനെ പല രാഷ്ട്രങ്ങളും എല്ലാ സുഖമായിട്ട് നമുക്ക് ആരുടെയും കല്ലും കാലും പിടിച്ച നമ്മളെ അധ്വാനിക്കൂടി നമ്മൾ പോണ നമ്മള് നല്ലൊരു ഇതിന്റെ ബിസിനസ്സാണ് വെസ്റ്റേജ്. ആരെയും നമ്മൾ വഞ്ചിക്കണില്ല, ചതിക്കണില്ല. നമ്മൾ ഇതുപോലെ ചേർന്ന് കഴിഞ്ഞ പോലെ 1000 ഉറുപ്പ്യ തരുന്നുണ്ട്. 1200 രൂപയുടെ സാധനം നമ്മൾ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ആരെയും ചതിക്കണില്ലല്ലോ. ചതിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഇത്ര തരാറിന് വാങ്ങിയിട്ട് പിന്നെ ഓരോ കായ് കൊടുക്കും. അപ്പൊ നമ്മള് ഞാൻ എന്റെയൊക്കെ വാങ്ങിയിട്ട് കാണുമ്പോൾ ഇതിന്റെ കായറ്റിക്കാർ ഇതല്ല നമ്മളതിന്റെ മുതലുകൾ കൊടുത്തിട്ടാണ്. അപ്പൊ നമ്മൾക്കും ബാധ്യത, ഓർക്കും ബാധ്യത. ജീവിക്കാൻ സുഖമാണ്, അധ്വാനിക്കണം, അല്ലാതെ വെറുതെ കിട്ടൂല. മറ്റു കമ്പനികൾ പറയുന്നത് നിങ്ങൾ അത്ര ഇട്ടോളി, ഇത്ര മാസം